അടുത്തതായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് ബൈ റുദർഫോർഡ്. നമ്മുടെ ഒന്നാമത്തെ ടോപ്പിക്ക് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് ബൈ റുദർഫോർഡ് എന്നുള്ളതാണ്. റുദർഫോർഡിൻ്റെ നമ്മളിന്ന് സയൻറ്റിഫിക് വേൾഡ് അറിയപ്പെടുന്ന റുദർഫോർഡിൻ്റെ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റിനെ പറ്റിയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മളതിനായിട്ട് ആ എക്സ്പെരിമെൻറ്റിന് ആവശ്യമായിട്ടുള്ള ആ എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു റേ ഡയഗ്രാം നമ്മളിവിടെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഒരു ലെഡ് ക്യാവിറ്റി, ആ ലെഡ് ക്യാവിറ്റിയിൽ റേഡിയോ ആക്റ്റീവ് സോഴ്സ്, ദെൻ കോളിമേറ്റ് ചെയ്യാൻ നേർത്തതാക്കാൻ കോളിമേറ്റർ, ദെൻ വളരെ തിക്കായിട്ടുള്ള വളരെ തിന്നായിട്ടുള്ള ഗോൾഡ് ഫോയില്, ദെൻ റൊട്ടേറ്റബിൾ ആയിട്ടുള്ള ഡിറ്റക്ടർ, അതിൽ സിങ്ക് സൾഫൈഡ് ഉണ്ട്, മൈക്രോസ്കോപ്പും അതിൽ വെച്ചിട്ടുണ്ട്. ഈ ഒരു എക്സ്പെരിമെൻ്റൽ അപ്പാരറ്റസുകളെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ എക്സ്പെരിമെൻ്റ് ഇവരെന്താ ചെയ്തത്, റുദർഫോർഡും അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസും എന്തു ചെയ്തു എന്ന് നോക്കും. നമ്മളതിലേക്ക് കടക്കുകയാണ്. എച്ച് ഗായഗർ ആൻഡ് ഇ മാഡ്സൺ took bismuth 214 mass number, 83 atomic number. This one is the radioactive source. H. Geiger and E. Madsen എടുത്തത് റേഡിയോ ആക്റ്റീവ് സോഴ്സ് ആയിട്ട് എടുത്തത് ബിസ്മത്ത് എന്ന് പറയുന്ന എലമെൻറ്റ്. ബിസ്മത്ത് എന്ന് പറയുന്ന എലമെൻറ്റിനെയാണ് റേഡിയോ ആക്റ്റീവ് സോഴ്സ് ആയിട്ട് ഇവിടെ വെച്ചു. ആ ബിസ്മത്തിനെ എവിടെ വെച്ചു? ലെഡ് ക്യാവിറ്റിയിൽ വെച്ചു. എവിടെ വെച്ച്? ലെഡ് ക്യാവിറ്റിയിലാണ് വെച്ചത്. അതിൽ നിന്നും ആൽഫ പാർട്ടിക്കിള് ഒറിജിനേറ്റ് ചെയ്തു. അതിൽ നിന്ന് ആൽഫ പാർട്ടിക്കിൾ പ്രൊഡ്യൂസ് ചെയ്തു. ആ ആൽഫ പാർട്ടിക്കിളിൻ്റെ എനർജി ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ 5.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. 5.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ് അതിൻ്റെ എനർജി. അതിനെ ആൽഫ പാർട്ടിക്കിൾ റെഡ് ലൈനിൽ ഞാൻ കാണിച്ചിരിക്കുകയാണ് ആൽഫ പാർട്ടിക്കിൾ. ദെൻ അതിനെ കോളിമേറ്റർ വെച്ചുകൊണ്ട് കോളിമേറ്റ് ചെയ്തു, നേർത്തതാക്കി. കോളിമേറ്റർ വെച്ചുകൊണ്ട് കോളിമേറ്റ് ചെയ്തു. ആൻഡ് അലൗഡ് ടു ഫാൾ ഓൺ എ തിൻ ഗോൾഡ് ഫോയിൽ. വളരെ നേർത്ത, അതിൻ്റെ തിക്നെസ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. thickness of gold foil 2.1 into 10 raised to -7 meter. So this is very small, very thin gold foil like പതിപ്പിച്ചു. falls allowed to fall on a thin gold foil of thickness 2.1 into 10 raised to -7 meter അതിലേക്ക് പതിപ്പിച്ചു. Then observe ചെയ്തു. എങ്ങനെ ഒബ്സർവ് ചെയ്തു? ബൈ യൂസിങ് എ റൊട്ടേറ്റബിൾ ഡിറ്റക്ടർ. ഇറ്റ് ക്യാൻ ബി റൊട്ടേറ്റബിൾ. റൊട്ടേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഡിറ്റക്ടർ വെച്ചിട്ട് നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്തു. ആ ഡിറ്റക്ടറിൽ എന്തൊക്കെയുണ്ട്? സിങ്ക് സൾഫൈഡ് ഉണ്ട്. സിങ്ക് സൾഫൈഡ് ZnS. മാത്രമല്ല വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടി നമ്മൾ എന്ത് വെച്ചിട്ടുണ്ട്? മൈക്രോസ്കോപ്പും അവിടെ വെച്ചിട്ടുണ്ട്. മൈക്രോസ്കോപ്പ് റൊട്ടേറ്റബിൾ ഡിറ്റക്ടർ കൺസിസ്റ്റ് ഓഫ് സിങ്ക് സൾഫൈഡ്, സ്ക്രീൻ ആൻഡ് മൈക്രോസ്കോപ്പ്. റൈറ്റ്, ഒബ്സർവ് ചെയ്തു. ദെൻ ബൈ ഒബ്സർവേഷനിലൂടെ വി ക്യാൻ കൺക്ലൂഡഡ് ദാറ്റ് ആൽഫ പാർട്ടിക്കിൾ ഗോട്ട് സ്കാറ്റേർഡ്. ആൽഫ പാർട്ടിക്കിളിന് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലായി. സ്കാറ്റർ ചെയ്തു എന്ന് നമുക്ക് മനസ്സിലായി. ആൽഫ പാർട്ടിക്കിൾ സ്കാറ്റർ ചെയ്തു എന്ന് നമുക്ക് മനസ്സിലായി. അതിൽ കണ്ടില്ലേ കാണിച്ചിട്ടുണ്ട് സ്കാറ്ററിങ്. ഒബ്സർവേഷൻസ് നമുക്ക് പറയാം. അതിനു മുമ്പ് നമ്മൾ ഈ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഒന്ന് പറയാണ്. ആൽഫ പാർട്ടിക്കിൾ ഗോട്ട് സ്കാറ്റേർഡ്. ദീസ് സ്കാറ്റേർഡ് ആൽഫ പാർട്ടിക്കിൾ പ്രൊഡ്യൂസസ് സ്കാറ്റർ ചെയ്ത ആൽഫ പാർട്ടിക്കിൾ പ്രൊഡ്യൂസ്ഡ് scintillations on a zinc sulfide screen. These alpha particle, ഈ ആൽഫ പാർട്ടിക്കിൾ എന്തിന് കാരണമാവുന്നു? സിൻറ്റിലേഷൻസ് ഒരു ലൈറ്റ് വന്ന് വീഴുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഡിസ്റ്റർബൻസ്, ഒരു ഫ്ലാഷ് ഓഫ് ലൈറ്റ്, അതിന് കാരണമായി. സിൻറ്റിലേഷൻസ് ഓൺ എ zinc sulfide screen.
അല്ലെ, ഒരു ഫ്ലൂറസെൻസ്, നമ്മൾ ലൈറ്റ് റോഡിലൊക്കെ റിഫ്ലക്ടറൊക്കെ കണ്ടിട്ടുണ്ട്, ലൈറ്റ് വന്ന് വീഴുമ്പോൾ ഉണ്ടാവുന്ന പോലെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്ന പോലെ ഒരു സിൻറ്റിലേഷൻസ് എവിടെ ഉണ്ടായി? സിങ്ക് സൾഫൈഡ് സ്ക്രീനിൽ ഉണ്ടായി. ഇറ്റ് ഈസ് ഡ്യൂ ടു സ്കാറ്ററിംഗ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ. These scintillations were counted at different angles from the direction of incident beam. So, ഇതാണ് നമ്മുടെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. നമ്മൾ റേഡിയോ ആക്റ്റീവ് സോഴ്സ് ആയിട്ടുള്ള ബിസ്മത്ത് എടുത്തു, അതിൽ നിന്നും ആൽഫ പാർട്ടിക്കിൾ പ്രൊഡ്യൂസ് ചെയ്തു. ആൽഫ പാർട്ടിക്കിൾ ഇതെവിടെ വെച്ചിരിക്കുന്ന ബിസ്മത്ത്? ലെഡ് ക്യാവിറ്റിയിലാണ്. അതിനെ ആൽഫ പാർട്ടിക്കിളിനെ, പോസിറ്റീവ് ചാർജാണ് ആൽഫ പാർട്ടിക്കിളിന്, കോളിമേറ്റർ വെച്ചിട്ട് കോളിമേറ്റ് ചെയ്തു. അത് ഒരു വളരെ തിന്നായിട്ടുള്ള ഗോൾഡ് ഫോയിലിൽ പതിപ്പിച്ചു. എന്ത് സംഭവിക്കുന്നു എന്ന് ഒരു റൊട്ടേറ്റബിൾ ആയിട്ടുള്ള ഡിറ്റക്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യാണ്. ആ ഡിറ്റക്ടറിൽ സിങ്ക് സൾഫൈഡ് സ്ക്രീനും മൈക്രോസ്കോപ്പും ഉണ്ട്. അതിൽ നിന്നും ത്രൂ ഒബ്സർവേഷനിലൂടെ നമുക്ക് മനസ്സിലായി ആൽഫ പാർട്ടിക്കിൾ സ്കാറ്റർ ചെയ്യുന്നുണ്ട്. ദീസ് സ്കാറ്റേർഡ് ആൽഫ പാർട്ടിക്കിൾ പ്രൊഡ്യൂസസ് scintillations on a zinc sulfide screen. സിങ്ക് സൾഫൈഡ് സ്ക്രീനിൽ സിൻറ്റിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കി. നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിൽ നമുക്ക് പറയാനുണ്ട്. അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് എന്താണ് ഇവിടുത്തെ ഒബ്സർവേഷൻസ് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. വാട്ട് ആർ ദ ഒബ്സർവേഷൻസ്? ഇതിൽ നിന്നും നമുക്ക് ഈ എക്സ്പെരിമെൻറ്റിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഒബ്സർവ് ചെയ്തത് എന്നാണ് നോക്കണം. നമ്മൾ ഒബ്സർവേഷനിലേക്ക് പോവുകയാണ്. ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റിൻ്റെ ഒബ്സർവേഷൻസ്. അവരെന്തൊക്കെയാണ് ഒബ്സർവ് ചെയ്തത്? ആദ്യമായിട്ട് അവർ ഒബ്സർവ് ചെയ്തത് മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ പാസസ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി അപ്രീഷ്യബിൾ ഡീവിയേഷൻ. കാര്യമായ ഡീവിയേഷൻ ഒന്നുമില്ലാതെ കണ്ട വന്ന അതേ രീതിയിൽ മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ ഗോൾഡ് ഫോയിലിൽ കൂടെ കടന്നുപോയി. Most of the alpha particle passes through the gold foil without any appreciable deviation. കാര്യമായ ഡീവിയേഷൻ ഒന്നുമില്ലാതെ കടന്നുപോയി. Most of the alpha particle passes through the gold foil without any appreciable deviation. രണ്ടാമത്തെ ഒബ്സർവേഷൻ, ഓൺലി 0.14%. എത്ര ശ്രദ്ധിക്കണം? ഓൺലി 0.14%. വളരെ ശ്രദ്ധിക്കണം. ഓൺലി 0.14% ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഡീവിയേറ്റ് മോർ ദാൻ 1 ഡിഗ്രി ആംഗിൾ. 1 ഡിഗ്രിയേക്കാൾ കൂടുതൽ എത്രയാ? 0.14%. 0.14% ആൽഫ പാർട്ടിക്കിൾ ഡീവിയേറ്റ് മോർ ദാൻ 1 ഡിഗ്രി ആംഗിൾ. 1 ഡിഗ്രിയേക്കാൾ കൂടുതൽ പോയത് ദിസ് മച്ച്. Then 1 out of 8,000 alpha particle deviate more than 90 degree angle. 90 degree ആംഗിളിനേക്കാൾ കൂടുതൽ പോയത് 1 out of 8,000. 8,000 ആൽഫ പാർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരെണ്ണം റിഫ്ലക്ട് ബാക്ക്, മീൻസ് 90 ഡിഗ്രിയേക്കാൾ കൂടുതൽ ആംഗിളിൽ പോയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 3 പോയിന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെയാണ് 3 പോയിന്റ്? മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ പാസസ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി അപ്രീഷ്യബിൾ ഡീവിയേഷൻ. മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ പാസസ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി അപ്രീഷ്യബിൾ ഡീവിയേഷൻ. Then 0.14%. That's very important. 0.14% alpha particle deviate more than 1 degree angle. More than 1 degree angle 0.14%. Then 1 out of 8,000 alpha particle deviate more than 90 degree. That means reflect back ചെയ്തു. എത്ര? 1 out of 8,000. 8,000 ഒരെണ്ണം. More than 90 degree. Then മൂന്നാമത്തെ കാര്യം, നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു. മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ പാസസ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി അപ്രീഷ്യബിൾ ഡീവിയേഷൻ. 0.14% ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഡീവിയേറ്റ് മോർ ദാൻ 1 ഡിഗ്രി ആംഗിൾ. 1 out of 8,000 ആൽഫ പാർട്ടിക്കിൾ ഡീവിയേറ്റ് or reflect back. That means 90 ഡിഗ്രിയേക്കാൾ കൂടുതൽ പോയി.
അടുത്തത് എൻ ഓഫ് തീറ്റയുടെ ഇക്വേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണ് എൻ ഓഫ് തീറ്റ? നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഡിഫ്ലക്റ്റഡ് പെർ യൂണിറ്റ് ഏരിയ. നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ, number of alpha particle, n is the number of alpha particle deflected per unit area at an angle theta, is directly proportional to, actually it is inversely proportional, but sin നമുക്ക് directly ഉള്ളൂ, 1 by sin raised to 4 theta by 2. This is a relation, this very important relation. N of theta is directly proportional to 1 by sin raised to 4 theta by 2. തീറ്റ ആംഗിളിൽ പോകുന്ന ആൽഫ പാർട്ടിക്കിളിൻ്റെ എണ്ണം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സൈൻ റൈസ് ടു 4 തീറ്റ ബൈ 2. തീറ്റ ഈസ് ദ സെയിം ആംഗിൾ, തീറ്റ ബൈ 2. ദിസ് റിലേഷൻ ഒബേ ചെയ്യുന്നുണ്ട്. സി ഒരു ഗ്രാഫ് നോക്കുക. ഈ ഗ്രാഫിൽ നമ്മൾ ആംഗിൾ ഓഫ് സ്കാറ്ററിങ്ങും നമ്പറും വെച്ചുകൊണ്ടാണ് നമ്മൾ ഗ്രാഫ് വരച്ചിരിക്കുന്നത്. സി ആംഗിൾ ഓഫ് സ്കാറ്ററിങ്, ആംഗിൾ ഓഫ് സ്കാറ്ററിങ്ങും നമ്പറും. നമുക്ക് ചെറിയ ആംഗിളിൽ സ്കാറ്റർ ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇങ്ങനെയാണ് കർവ് ചെയ്ത് വരികയാണ്. പക്ഷേ ആംഗിൾ കൂടുന്നതിനനുസരിച്ച് നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിളിൻ്റെ എണ്ണം കുറയാണ്. വളരെ ചെറിയ സ്മോൾ ആംഗിളിൽ ഡീവിയേറ്റ് ചെയ്യുന്നത്, വളരെ മൈന്യൂട്ട് ആംഗിളിൽ ഡീവിയേറ്റ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടുതൽ, ആൽഫ പാർട്ടിക്കിളിൻ്റെ എണ്ണം കൂടുതൽ. ബട്ട് ഹയർ റേഞ്ചിലേക്ക് വരുമ്പോൾ ആൽഫ പാർട്ടിക്കിളിൻ്റെ എണ്ണം കുറഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് ഗ്രാഫിൽ നിന്ന് ഒബ്സർവബിൾ ആണ്. സോ എൻ ഓഫ് തീറ്റ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1 by sin raised to 4 theta by 2. It's another relation. It's very important relation. Then alpha particle having positive charge, ആൻഡ് നമുക്കിനി അറിയേണ്ടത് അല്ലേ, ആൽഫ പാർട്ടിക്കിളിൻ്റെ 2e ചാർജും ന്യൂക്ലിയസിന് ZE ചാർജുമാണുള്ളത്. ആൽഫ പാർട്ടിക്കിൾ ഹാവിംഗ് പോസിറ്റീവ് ചാർജ്, ന്യൂക്ലിയസ് ഈസ് ഓൾസോ ഹാവിംഗ് പോസിറ്റീവ് ചാർജ്. 2e is the charge of alpha particle, ZE is the charge of nucleus. What happens? Two charged bodies are interacting, so there must be a force F equal to, right? It's a force, interactive force, F equal to 1 by 4 pi epsilon 0. F equal to 1 by 4 pi epsilon 0. Q1 Q2 by R square. Q1 2e ZE by R square. R square is the distance between these two. These two means alpha particle and nucleus. What is the nature of that force? Maybe if this one is positive, this is also positive, so it is electrostatic repulsion happens. Electrostatic repulsion between these one and these one. F equal to 1 by 4 pi epsilon 0 2e. It's 2, number 2. It's a number 2e. This is Z atomic number എന്നുള്ള രീതിയിൽ ZE divided by R square. R is the distance between these two. These 5 are the observations made by alpha particle scattering experiment of Rutherford. റുദർഫോർഡിൻ്റെ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റിൽ നമുക്ക് മനസ്സിലായ ഒബ്സർവേഷനാണ് ഈ പറയുന്നത്. അല്ലെങ്കിൽ ആ സയൻറ്റിസ്റ്റ് ഗായകറും മാഡ്സണും ചെയ്തപ്പോൾ, റുദർഫോർഡ് ചെയ്തപ്പോൾ ഉണ്ടായ ഒബ്സർവേഷനാണ് 5 എണ്ണം. ഐ എം കൺക്ലൂഡിങ്. Most of the alpha particle passes through the gold foil without any appreciable deviation. 0.14% of alpha particle deviate more than 1 degree angle. 1 out of every 8,000 alpha particle deviate more than 90 degree. That means reflect back more than 90 degree. N of theta is directly proportional to 1 by sin raised to 4 theta by 2. Directly means sin അതുകൊണ്ടാണ് 1 by എന്ന് പറയുമ്പോൾ n of theta is inversely proportional to sin raised to 4 theta by 2 എന്നാണ് വരേണ്ടത്. ബട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്നുള്ളതിനൊരു സൈൻ നമുക്ക് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് നമ്മൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞു. അടുത്തത് there is a force of interaction between positively charged nucleus and
positively charged alpha particle, that force F equal to 1 by 4 pi epsilon 0 Q1 Q2 by R square, Q1 QE, Q2 ZE by R square distance. So F equal to 1 by 4 pi epsilon 0 QE ZE by R square. If Z is 1 for hydrogen atom, Z equal to 1, then 2E square by R square എന്നാണ് ഇക്വേഷൻ വരിക അല്ലേ. 1 by 4 pi epsilon 0 2E square by R square. That's the equation. That's all about observation made by Rutherford on alpha particle scattering experiment. നമ്മൾ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് ബൈ റുദർഫോർഡിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിൻ്റെ ഒബ്സർവേഷനും പഠിച്ചു കഴിഞ്ഞു. അതിനെ ബേസ് ചെയ്തിട്ടുള്ള കൺക്ലൂഷൻസിലേക്കാണ് നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് അല്ലെ. 4 കൺക്ലൂഷൻസ് ആണ് നമുക്കുള്ളത്. ഒന്നാമത്തെ കാര്യം, അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി അല്ലെ, മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ പാസസ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി അപ്രീഷ്യബിൾ ഡീവിയേഷൻ എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ആറ്റം ഹാസ് എ ലോട്ട് ഓഫ് എംപ്റ്റി സ്പേസ്. ആറ്റത്തിനുള്ളിൽ ധാരാളം എംപ്റ്റി സ്പേസ് ഉണ്ട്, വേക്കൻറ്റ് സ്പേസസ് ഉണ്ട്. ആൻഡ് partially the entire mass of an atom is confined to an extremely small center core called nucleus. Atom has a lot of empty space and the whole mass and whole positive charge of atom is concentrated to a small center core called nucleus. അല്ലേ, ആറ്റത്തിനുള്ളിലുള്ള മുഴുവൻ മാസും മുഴുവൻ പോസിറ്റീവ് ചാർജും ആറ്റത്തിനുള്ളിലുള്ള ഒരു സെൻറ്റർ ഭാഗത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു. ആ ഭാഗത്തിനെ പറയുന്ന പേരാണ് ന്യൂക്ലിയസ്. എന്തെന്നാ പറയുന്നത്? ന്യൂക്ലിയസ്. അപ്പോൾ എന്താണ് ഒന്നാമത്തെ പോയിന്റ്? ആറ്റം ഹാസ് ലോട്ട് ഓഫ് എംപ്റ്റി സ്പേസ്. അതുകൊണ്ടാണ് മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ പാസസ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി അപ്രീഷ്യബിൾ ഡീവിയേഷൻ. Partially the entire mass and whole positive charge of an atom is concentrated to the center core called nucleus. Okay, ഒന്നാമത്തെ കാര്യം നമുക്ക് മനസ്സിലായി. സ്കാറ്ററിംഗ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഈസ് ഡ്യൂ ടു അല്ലെ, ആ സ്കാറ്ററിംഗ് സംഭവിക്കുന്നത് ആൽഫ പാർട്ടിക്കിളിന് പോസിറ്റീവ് ചാർജാണ്, ന്യൂക്ലിയസിനും പോസിറ്റീവ് ചാർജാണ്. അതുകൊണ്ട് ന്യൂക്ലിയസിൻ്റെ നേർക്ക് വരുന്ന ആൽഫ പാർട്ടിക്കിളിന് എന്ത് സംഭവിക്കുന്നു? ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽഷൻ ഉണ്ടാകുന്നു, സ്കാറ്ററിംഗ് സംഭവിക്കുന്നു. Scattering of alpha particle is due to Coulomb's law for electrostatic force of repulsion between positively charged nucleus and positively charged alpha particle. ആ സ്കാറ്ററിങ്ങിന് കാരണം പോസിറ്റീവ് ചാർജുള്ള ആൽഫ പാർട്ടിക്കിൾ വന്നിട്ട് പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസിനെ അപ്രോച്ച് ചെയ്യുന്നതാണ് സ്കാറ്ററിങ്ങിന് കാരണമെന്നാണ് രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്. അത് കുളുംസ് ലോ ഓഫ് റിപ്പൽഷൻ ആണ് അല്ലേ, ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽഷൻ ആണ്. പോസിറ്റീവും വന്നാൽ റിപ്പൽ ചെയ്യും. ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ച് അതർ. മൂന്നാമത്തെ കാര്യം പറയുന്നു, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇലക്ട്രോൺ ആൻഡ് ന്യൂക്ലിയസ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇലക്ട്രോൺ ആൻഡ് ന്യൂക്ലിയസ് ഈസ് ഫ്രം 10⁻⁴ to 10⁵ times the size of nucleus itself. ന്യൂക്ലിയസും അല്ലെ ഇലക്ട്രോൺ, ന്യൂക്ലിയസ് സെൻറ്ററിൽ ഇലക്ട്രോൺ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. The distance between nucleus and electron is from 10⁻⁴ to 10⁵ times the size of nucleus itself. So ന്യൂക്ലിയസിൻ്റെ സൈസ് വളരെ ചെറുതാണെന്ന് നമുക്ക് മനസ്സിലായി. More is the distance of velocity vector of alpha particle from the center line of nucleus. See, this is the nucleus എന്ന് വിചാരിക്കുക. ആൽഫ പാർട്ടിക്കിൾ വരുന്ന ഡിസ്റ്റൻസ് വെലോസിറ്റി വെക്ടർ. ഈ ഡിസ്റ്റൻസ് കൂടുന്ന ന്യൂക്ലിയസും ആൽഫ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി വെക്ടറും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുകയാണെങ്കിൽ ലെസ്സർ ദ ആംഗിൾ ഓഫ് ഡീവിയേഷൻ അല്ലേ. വളരെ കണ്ട ഇപ്പം എങ്ങനെയാണ്, വളരെ അടുത്ത് കൂടെയാണ് പോകുന്നത്. പക്ഷെ ഇപ്പോഴോ അകലെ കൂടിയാണ് പോകുന്നത്. ഡിസ്റ്റൻസ് കൂടി. ഡിസ്റ്റൻസ് കൂടുമ്പോൾ വാട്ട് ഹാപ്പൻസ്? ആംഗിൾ ഓഫ് സ്കാറ്ററിങ് കുറയും അല്ലേ. നോക്കി, ഇവിടെ ഇതിലൂടെ പോകുമ്പോൾ നേരിട്ട് വരുന്നു. ഡിസ്റ്റൻസ് വളരെ കുറവാണ്. വെലോസിറ്റി വെക്ടറും സെൻട്രൽ ലൈൻ ഓഫ് ന്യൂക്ലിയസും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവാണ്. ഡിസ്റ്റൻസ് വളരെ കുറവായിരിക്കുമ്പോൾ എന്തു വളരെ കൂടുതലായിരിക്കും? ഡിസ്റ്റൻസ് കുറവാണെന്നുണ്ടെങ്കിൽ സ്കാറ്ററിങ്ങിൻ്റെ ആംഗിള് കൂടുതലായിരിക്കും. അതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവുന്ന കാര്യം. ഓക്കെ.